നിങ്ങൾ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ മക്കളെ, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ പ്രിയപ്പെട്ടവരെ. ആണായാലും പെണ്ണായാലും നിങ്ങൾക്ക് ജന്മം നൽകിയ നിങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് അധ്വാനിച്ച് ജീവിതത്തിന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളെ വിയർപ്പ് തുള്ളികളാക്കി മാറ്റിയ തങ്ങളുടെ ചോരനീരാക്കി മാറ്റിയിട്ട് കഷ്ടപ്പെട്ട് നിങ്ങൾ അധ്വാനിച്ച് പോറ്റുന്ന പ്രിയപ്പെട്ട പിതാവ് 9 മാസം അല്ലെങ്കിൽ 9 മാസവും 10 ദിവസവും നിങ്ങളെ വയറിൽ ചുമന്ന് മരണസമാനമായ വേദന സഹിച്ചുകൊണ്ട് നിങ്ങളെ നൊന്ത് പ്രസവിച്ച് 2 വർഷക്കാലം 24 മാസക്കാലം നിങ്ങൾക്ക് മുലപ്പാല് തന്ന സ്തനപാനം നടത്തിയ നിങ്ങളെ തലത്ത് വെക്കാതെ കൊണ്ടു നടന്ന് നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കുമോ തലയിൽ വെച്ചാൽ പേനരിക്കുമെന്ന് പറഞ്ഞ് ആറ്റുനോറ്റ് വളർത്തി നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, അവർക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ, അവരോട് നിങ്ങൾ കടപ്പെട്ടവരാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തൗഹീദിനെ പറ്റി പറഞ്ഞ ഉടനെ മാതാപിതാക്കളോടുള്ള കടമ പറയുകയാ. സഹോദരങ്ങളെ, എന്തുകൊണ്ടെന്നറിയോ? ഒരു മാതാവും പിതാവും കൂടി വിവാഹാനന്തരം തീരുമാനിക്കുകയാ. ആ പ്രിയപ്പെട്ട ഭർത്താവെന്ന നമ്മുടെ പിതാവ്, മാതാവെന്ന ഭാര്യ എന്ന നമ്മുടെ ഉമ്മയോട് നമ്മുടെ പിതാവ് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് പറയുകയാണ്, പെണ്ണേ നമുക്കിപ്രാവശ്യം കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് തീരുമാനമെടുത്താൽ ഒരൊറ്റ ഗുളിക മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കഴിച്ച എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ എന്ന് പറയുന്നവൻ ഈ ലോകത്തുണ്ടോ? പ്രിയപ്പെട്ട പെങ്ങളെ, നീ എന്ന് പറയുന്ന മധുര 17കാരി ഈ ലോകത്തുണ്ടോ? ഇല്ല. അവര് വേണ്ടെന്ന് വെച്ചില്ലല്ലോ. ഈ ലോകത്ത് നിങ്ങൾ വരാൻ, ഈ ലോകത്തിന്റെ എല്ലാ മനോഹാരിതകൾ കാണാൻ, നിങ്ങൾ വിവാഹം കഴിച്ചേക്കപ്പെടാനും അതിലൂടെ സന്താനോത്പാദനം നടത്തപ്പെടാൻ, അതുപോലെ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യവും സൗരഭ്യവും ആസ്വദിക്കാൻ, പ്രവിശാലമായ ആകാശത്തെയും പച്ചപ്പെട്ട് വിരിച്ചതുപോലുള്ള ഭൗമോപരിതലത്തെ കണ്ടാസ്വദിക്കാൻ, അലറി വിളിക്കുന്ന സാഗരങ്ങളെയും മാമലകളെയും എല്ലാം കാണാൻ നിങ്ങൾക്കാരാ കാരണക്കാരായത്? അത് നിങ്ങളുടെ വാപ്പയും ഉമ്മയുമാണ്. അതിൽ ഏറ്റവും ത്യാഗം സഹിച്ചത് നിങ്ങളുടെ ഉമ്മയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഉമ്മയോടുള്ള കടമ മറക്കല്ലേ ചെറുപ്പക്കാരാ. മഹാനായ അബ്ദുള്ള എന്ന സഹാബി വര്യനെത്തൊട്ട് ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരാൾ വന്നിട്ട് നബി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണെന്നൊന്ന് പറഞ്ഞു തരുവോ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണെന്ന് എന്റെ പ്രിയപ്പെട്ട ബോധിക്കാലത്തുകാർക്കറിയോ? ഏതാണ് അമലെന്ന് കാസർഗോഡ് ജില്ലക്കാർക്കറിയോ? അള്ളാഹുവിന്റെ റസൂൽ ഉടൻ തന്നെ മറുപടി പറയുകയാണ്, അസ്സലാത്തു അലാ വഖ്തിഹാ, ബാങ്ക് കേൾക്കുന്ന സമയം തന്നെ പടച്ചവന് വേണ്ടി നമസ്കാരം നിർവഹിക്കല. യാത്രക്കാരനല്ല എങ്കിൽ കൃത്യസമയത്ത് നീ നമസ്കരിക്കലാണ്. പിന്നെ ഏതാണ് നബിയെ എന്ന് ചോദിക്കുന്ന സഹാബിയോട് റസൂലുള്ളാഹിന്റെ മറുപടി എന്തെന്നറിയോ? ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ്, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യല. സഹോദരങ്ങളെ, കർമ്മങ്ങളെടുത്ത് പരിശോധിച്ചാൽ 2ാം സ്ഥാനം ഉമ്മയ്ക്ക് തന്നെയാണ്, വാപ്പയ്ക്ക് തന്നെയാ. വിശ്വാസത്തിന്റെ വിഷയമെടുത്താൽ 2ാം സ്ഥാനം വാപ്പയ്ക്കും ഉമ്മയ്ക്കുമാ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട് മാത്രമല്ല, എന്റെ ഹിന്ദു സഹോദരങ്ങളോട് മാത്രമല്ല, പച്ചക്കറിലുള്ള ഏത് മനുഷ്യരോട് പറയുകയാ, നിങ്ങൾക്ക് ജന്മം നൽകിയ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ പൊന്നുപോലെ നോക്കിയില്ലെങ്കിൽ അള്ളാന്റെ കോട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദാരുണമായ അവസ്ഥ എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ചവന്റെ വിധിക്കെതിരെ പ്രവർത്തിച്ചതിന് കിട്ടുന്ന ശിക്ഷയാ. അള്ളാന്റെ വിധിക്കെതിരെ പ്രവർത്തിക്കുന്നവന് കൊടുക്കുന്ന ശിക്ഷ നമുക്കറിയുമല്ലോ. ഇവിടെ ഏതെങ്കിലും ഒരു നാട്ടിലെ കോടതിക്കെതിരെ കോടതിയലക്ഷ്യ കേസ് വന്നു പോയാൽ, കോടതി അലക്ഷ്യ കേസ് വന്നു പോയാൽ നമുക്കറിയാമല്ലോ, പ്രിയപ്പെട്ടവരെ, പിടിച്ചാൽ നിൽക്കില്ല. എന്നാൽ പടച്ചതമ്പുരാൻ ഈ ലോകത്തെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ വിധിക്കെതിരെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ലോകത്തും പരലോകത്തും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ വെറുതെ വിടുമെന്നാരും പ്രതീക്ഷിക്കണ്ട. വിശുദ്ധ ഖുർആനിൽ 3 ആയത്തുകളുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഉമ്മയെ സംബന്ധിച്ച് സാധാരണ നമ്മൾ കേട്ട് കേൾവിയുള്ള കഥകളൊക്കെ മാറ്റിവെച്ചിട്ട്
സാധാരണ കൂടുതൽ കേൾക്കാറും നമ്മൾ പറയാറുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഉമ്മയെ പൊന്നുപോലെ നോക്കാൻ വേണ്ടി വാപ്പ അതോടൊപ്പം ബന്ധപ്പെട്ടതാണ്. വാപ്പയെ മാറ്റി നിർത്തിയിട്ട് നമുക്കൊരു മാതാപിതാ അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്ന ആ ഒരു അവസ്ഥയിൽ തന്നെ ഉണ്ട്. മാതാപിതാവ്, മാതാപിതാക്കൾ. ആദ്യം പറഞ്ഞതാരെയാ? മാതാവിനെയാണ്. സ്ത്രീ പുരുഷന്മാർ. ആദ്യം പറഞ്ഞാരാ? സ്ത്രീയാണ്. സ്ത്രീയാണ് ആദ്യം പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തൽക്കാലം ഞാൻ ഉമ്മയെ പറ്റി മാത്രം പറയും. പരിസരത്ത് എവിടെയെങ്കിലും വരുമ്പോ വാപ്പയെ പറ്റി പറയാം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാപ്പയെ പറ്റി പറയാത്തത് വാപ്പ മോശക്കാരനായത് കൊണ്ടല്ല. ഞാൻ വാപ്പയാണ് എന്ന് തെളിയിക്കാൻ ഇപ്പൊ പുതിയ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ടെസ്റ്റിന്റെയും ആവശ്യമില്ലാതെ ഉമ്മയെ മറക്കാതിരിക്കാൻ അള്ളാഹു നമ്മുടെ വയറ്റിൽ തന്ന ഒരു സ്ക്രാച്ച് ഉണ്ട്, ഒരു ചെറിയ അടയാളമുണ്ട്. വാപ്പാക്കതില്ല. വാപ്പ ആണ് എന്ന് പരിശോധിക്കാൻ ഇപ്പൊ DNA ടെസ്റ്റ് ഉണ്ട്, അങ്ങനെയൊക്കെ പലതുമുണ്ട്. പക്ഷെ ഒരിക്കലും തന്റെ ഉമ്മയെ മാറ്റിവെക്കാൻ ഒരു മനുഷ്യന് കഴിയില്ല. കാരണം ആ ഉമ്മയെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വയറ്റിലെ ഒരു ചെറിയ അടയാളമുണ്ട്. അതിന് പറയുന്നത് പൊക്കിൽക്കൊടി എന്നാണ്. ഉമ്മയെ ചവിട്ടാൻ വേണ്ടി നിന്റെ കാലുയർത്തുമ്പോൾ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റിക്കും ശസ്ത്രക്രിയയിലൂടെ, പ്ലാസ്റ്റിക് സർജറിയിലൂടെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കോസ്മെറ്റിക് പ്ലാസ്റ്റിക് സർജറിയിലൂടെ മാറ്റിവെക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്റെ വയറിന്റെ ഭാഗത്ത് അല്ലാഹു ഉമ്മയെ ഓർക്കാൻ വേണ്ടി തന്ന ഒരു ചെറിയ അടയാളം, അത് നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ മറക്കരുത്. അത് അല്ലാഹു മറക്കാതിരിക്കാൻ വേണ്ടി ബാക്കി എല്ലാം അല്ലാഹു തആല നമ്മുടെ ഭാഗത്ത് നിന്നൊക്കെ മാറ്റിക്കിട്ടും. ആ ഒരു അടയാളം ഗർഭാശയത്തിലെ ബന്ധം മാറാതിരിക്കാൻ വേണ്ടി ഇപ്പോഴും അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. ആരെങ്കിലും അത് ശസ്ത്രക്രിയയിലൂടെ മാറ്റി വെച്ചിട്ടുണ്ടോ? എന്നാ ഹോളം അടച്ചു കളയാതും പറഞ്ഞ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. കാരണം അത് ഉമ്മയെ മറക്കാതിരിക്കാൻ വേണ്ടി അല്ലാഹു മരിക്കുന്നവരെ നമുക്ക് തന്ന സാധനമാണ്. അതുകൊണ്ട് നമുക്ക് ഉമ്മയെ പറ്റി പറയാം. വിശുദ്ധ ഖുർആനിൽ 3 ആയത്തുകളുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം. വിശുദ്ധ ഖുർആനിൽ 3 ആയത്തുകളുണ്ട്. ആ 3 ആയത്തുകളിൽ 2 കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞ 3 ആയത്തുകളാണ്. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ഈ 2 കാര്യങ്ങളും പരസ്പരം പൂരകങ്ങളാണ്. ഒന്നുണ്ടെങ്കിലേ മറ്റൊന്നുള്ളൂ. പൂരകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നാണയത്തിന്റെ ഇരുവശം പോലെ. ഒരു നാണയം നമ്മുടെ കയ്യിലുണ്ട്, അതില് ഒരു ഭാഗം മാത്രമേ ഉള്ളൂ, മറ്റേ ഭാഗം കാണുന്നില്ലെങ്കിൽ ഏതെങ്കിലും കടയിൽ എടുക്കുവോ? ഇല്ല. AB എടുക്കുവോ? ഇല്ല. 2 പുറവും അതിന്റെ ആ എഴുത്തും ഉണ്ടാവണം, അപ്പുറത്ത് ചക്രം ഉണ്ടാവണം. ഇതുണ്ടെങ്കിലേ ആ നോട്ട് അല്ലെങ്കിൽ ആ ഒരു ചക്രം അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയൂ എന്ന് പറയുന്നത് പോലെ 2 കാര്യങ്ങൾ അല്ലാഹു ചേർത്ത് പറഞ്ഞു. അത് പൂരകങ്ങളാണ്. ഒന്നുണ്ടെങ്കിലേ ഒന്നുള്ളൂ. ഏതാ 3 ആയത്തുകൾ എന്നറിയോ? അതിൽ ഒന്ന് നമ്മുടെ വിഷയം. ഒന്ന് അല്ലാഹ് പറഞ്ഞു, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. അല്ലാഹനെയും വഴിപ്പെടണം, റസൂലിനെയും വഴിപ്പെടണം. നമ്മൾ ചില ആളുകൾ പറയാണ് റസൂലൊക്കെ അവിടെ കിടക്കട്ടെ, അത് മക്കയിലെ ഒരു മുഹമ്മദ് അല്ലെങ്കിൽ മദീനയിലെ ഒരു അല്ലമീൻ അവിടെ നിൽക്കട്ടെ, ഞാൻ അല്ലാഹ് പറയുന്ന മാത്രമേ കേൾക്കുമെന്ന് പറഞ്ഞാൽ നീ മുസ്ലിം അല്ല. അല്ലാഹ് ഉണ്ടെങ്കിലേ റസൂലുള്ളൂ, റസൂൽ ഉണ്ടെങ്കിലേ അല്ലാഹ് ഉള്ളൂ. രണ്ടാമത്തെ ആയത്ത് അഖീമുസ് സ്വലാത്ത വ ആത്തുസ് സക്കാ. നിസ്കരിക്കുകയും വേണം, സക്കാത്തും കൊടുക്കണം. ചില ആളുകൾ പറയും ഞാൻ പൈസ ചെലവാക്കൂല, നിസ്കരിക്കാം. വേണ്ട, നിന്റെ നിസ്കാരം അല്ലാഹ്. ചില ആളുകൾ പറയും നിസ്കരിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല, പണം എത്ര വേണോ ഞാൻ കൊടുക്കാം. പറ്റില്ല. ഇത് 2 വേണം, പൂരകങ്ങളാണ്. 3ാമത്തെ ആയത്ത് അനിഷ്കുർലീ വലിവാലിദൈ. അല്ലാഹു പറയുകയാണ് അനിഷ്കുർലീ വലിവാലിദൈ. എനിക്ക് നീ നന്ദി രേഖപ്പെടുത്തണേ മനുഷ്യ. കാസർഗോഡ് ജില്ലയിലെ ഗോവിക്കാനത്തുള്ള നിങ്ങളോടാണ് അല്ലാഹുവിന്റെ സംസാരം. അനിഷ്കുർലി, എനിക്ക് നിങ്ങൾ നന്ദി രേഖപ്പെടുത്തണേ, എനിക്ക് നന്ദിയുള്ളവരാകണേ, എനിക്ക് നിങ്ങൾ ശുക്റുള്ളവരാകണേ. വലിവാലിദൈക, നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങൾ നന്ദി കാണിക്കുന്നവരാകണേ. ഉമ്മയെ വാപ്പയെ വൃദ്ധസദനത്തിൽ കൊണ്ടുവന്ന് തളച്ചിട്ട് ഗോവിക്കാനത്തെ പള്ളിയുടെ അകത്തളങ്ങളിൽ എഴുത്തിക്കാതിരിക്കുന്ന ബുദ്ധിശൂന്യനായ മനുഷ്യ, എഴുന്നേക്കടാ പള്ളിയിൽ നിന്ന്. നിന്റെ
എത്തിക്കാഫ് അല്ലാഹുക്ക് വേണ്ടടാ, നിന്റെ നോമ്പ് അല്ലാഹുക്ക് വേണ്ടടാ, നിന്റെ നിസ്കാരം അല്ലാഹുക്ക് വേണ്ടടാ. ഉമ്മയെ ആട്ടിയിറക്കിയിട്ട് വാപ്പയെ തല്ലി ചതച്ചിട്ട് ഏത് പള്ളിയിലല്ല, ബോവിക്കാനത്തല്ല, മസ്ജിദുൽ ഹറാമിൽ പോയാലും മസ്ജിദുൻ നബവിയിൽ പോയാലും ബൈത്തുൽ മുഖദ്ദസിൽ പോയാലും നിന്റെ ഇബാദത്തുകൾ അല്ലാഹുക്ക് വേണ്ട. എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹ് പറയുകയാണ്, എനിക്ക് നന്ദി രേഖപ്പെടുത്തണം, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി രേഖപ്പെടുത്തണം. എനിക്ക് മാത്രം നീ നന്ദി രേഖപ്പെടുത്തിയിട്ട് നിന്റെ മാതാപിതാക്കളെ തള്ളിയിട്ട് എനിക്ക് നിന്റെ നന്ദി വേണ്ട. അള്ളാന്റെ വാക്കാണിത്, എന്റെ വാക്കല്ല. ഖുർആൻ പഠിക്കണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ, അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉമ്മയെയും ബാപ്പയെയും നല്ല നിലയിൽ നോക്കുന്നതിന്, നല്ല രീതിയിൽ ഉമ്മയും വാപ്പയും നോക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഞാൻ പറഞ്ഞല്ലോ, സാധാരണ പറയുന്ന വിഷയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഉമ്മയെ പറ്റി അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിച്ചു കേട്ടോളി, ഖുർആൻ മാത്രം ഇന്ന് നമുക്ക് സംസാരിക്കാം. ഖുർആൻ മാത്രം. ഉമ്മയെ സ്നേഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ, ഉമ്മയെ വഴിപ്പെടുന്ന മക്കളുണ്ടെങ്കിൽ, അപ്പൊ ഇത് കേൾക്കുമ്പോ പ്രായമുള്ള ഉപ്പാപ്പമാര് ചിന്തിക്കുക, അല്ലാഹ് എന്തൊരു ഗതികേടാണ്. ഉമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ചെന്നിട്ട് എടുത്തൊരു മുത്തം കൊടുക്കാമായിരുന്നു, ഒന്ന് താലോലിക്കാമായിരുന്നു, ഒന്ന് സ്നേഹിക്കാമായിരുന്നു. വിഷമിക്കണ്ട, ഞാൻ പ്രസംഗം നിർത്തുന്ന സമയത്ത് ഞാൻ മറന്നുപോയില്ലെങ്കിൽ ഞാനത് പറയും. മറന്നുപോയെങ്കിൽ നിങ്ങളൊന്ന് ഉണർത്തിയാൽ മതി. വാപ്പയും ഉമ്മയും മരിച്ചുപോയ മക്കൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അവസാനം പറയാം ഇൻഷാ അല്ലാഹ്. എന്തായാലും പിരിവല്ല, നിങ്ങൾ പേടിക്കണ്ട. പിരിവിന് വേണ്ടിയിട്ടുള്ള തട്ടിപ്പല്ല, അത് നിങ്ങൾ പേടിക്കണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് ഇൻഷാ അല്ലാഹ് അവസാനം പറയാം. എന്താണ്? ഉമ്മയെ നമ്മൾ സ്നേഹിച്ചാൽ, ഉമ്മയെ നമ്മൾ ബഹുമാനിച്ചാൽ, ഉമ്മയെ വഴിപ്പെട്ടാൽ, ഉമ്മ എന്ത് പറയുന്നത് നമ്മൾ കേട്ടുകഴിഞ്ഞാൽ അവൻ അല്ലാഹു കൊടുക്കുന്നത് എന്തെന്നറിയോ? മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അറിയുമല്ലോ പ്രിയപ്പെട്ട ഉമ്മയാരാ? മറിയം ബീവി റളിയല്ലാഹു അൻഹാ, മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാ. പ്രിയപ്പെട്ടവരെ, റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിന്റെ പൊന്നുമ്മയാ, ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയ പ്രിയപ്പെട്ട ഉമ്മയാ, ഒരുപാട് പ്രയാസപ്പെട്ട് വളർത്തിയ പൊന്നുമോനാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയുമല്ലോ ഒരു പിതാവില്ലാതെ ഈസാ നബി അലൈഹിസ്സലാമിന് ആ മറിയം ബീവി റളിയല്ലാഹു അൻഹ ജന്മം നൽകുകയാ. ഇത് ലോകത്തെ മുഴുവൻ ക്രൈസ്തവ വിശ്വാസികളും മനസ്സിലാക്കുന്നല്ലോ. പക്ഷേ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയം ഞാൻ ഉണർത്തുകയാ. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ഏറ്റവും വലിയ വിശുദ്ധിയുള്ളവരാണെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചത്, ലോകത്തോട് വിളിച്ചു പറയുന്നത് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരല്ല, ക്രൈസ്തവ സഭകളല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉറക്കെ വിളിച്ചു പറയുന്നതാരെന്നറിയോ? പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ പ്രസ്ഥാനങ്ങളാ, ലോകത്തുള്ള മുസ്ലിമീങ്ങളാ. എന്റെ ബോധിക്കാനത്തിന് കേൾക്കുന്ന ഏതെങ്കിലും സഹോദരന്മാരെ ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു വെച്ചോ, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യപ്രവാചകനാണ്. ആ പ്രവാചകൻ അന്ത്യപ്രവാചകനായി ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അല്ലേ? ശേഷം ഒരു അഹ്മദ് എന്ന പ്രവാചകന് വരുന്നെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഈസാ നബി അലൈഹിസ്സലാമയാ. ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഉമ്മ മറിയം ബീവിയെ ജൂതന്മാര് പറയുന്നത് എന്തെന്നറിയോ? ഇസ്രായേൽ പ്രതിനിധാനം ചെയ്യുന്ന ജൂതന്മാര് വിളിച്ചു പറയുന്നത് അവര് വ്യഭിചാരിണിയെന്നാണ്, അവര് വേശ്യാവൃത്തി നടത്തിയവരെന്നാണ്. ഈസാ നബി അലൈഹിസ്സലാം ജാരസന്തതി എന്ന ഇസ്രായേൽ പ്രതിനിധാനം ചെയ്യുന്ന ജൂതന്മാര് വിളിച്ചു പറയുന്നത്. പക്ഷേ ഇന്നും എന്റെ പ്രിയപ്പെട്ടവര്, അമേരിക്കന് പ്രതിനിധാനം ചെയ്യുന്ന ക്രൈസ്തവ മേലധ്യക്ഷന്മാര് ഇസ്രായേല് പ്രതിനിധാനം ചെയ്യുന്ന ജൂദായിസത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഫലസ്തീനിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുമ്പോ നിങ്ങൾ അറിയാത്ത ഒരു കാര്യമുണ്ട്. നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഇസ്രായേൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഈസാ നബി എന്ന ശ്രീ യേശുവിനെ പറയുന്നത് ജാരസന്തതി എന്ന. പക്ഷേ നിങ്ങൾ കൊന്നൊടുക്കുന്ന ഫലസ്തീനികളുണ്ടല്ലോ,
ആ ഫലസ്തീനികൾ നിങ്ങളുടെ യേശു ക്രിസ്തുവിന്റെ പേര് കേൾക്കുമ്പോൾ അവർ ഉറക്കെ പറയുന്നത് അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ സംരക്ഷണം ഈസാ നബിക്ക് ഉണ്ടാകട്ടെ എന്ന ലോകത്ത് മറിയം ബീവിയുടെ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ചാരിത്ര ശുദ്ധിയെ ലോകത്ത് പരിചയപ്പെടുത്തിയത് സൂറത്ത് മറിയമിലൂടെയാണ്. ആ മറിയം സൂറത്ത് എന്ന ഒരു അധ്യായം തന്നെ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ മാറ്റി വെച്ചിരിക്കുകയാ. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അധ്യായത്തില് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പറയുന്ന ഒരു വാക്കുണ്ട്. അതാണ് മാതാവിനോടുള്ള സ്നേഹത്തിന്റെയും മാതാവിനോടുള്ള താല്പര്യത്തിന്റെയും പേര്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തരുന്ന വലിയ ഒരു മാറ്റമതാ. എന്നെ കേൾക്കുന്ന എന്റെ ഭോവികാലത്തുള്ള ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, വസ്തുനിഷ്ഠമായി അർത്ഥഗർഭമായി ആശയസമ്പന്നമായ ഖുർആനിനെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാവുക. ഈസാ നബി അലൈഹിസ്സലാം പറയുന്നത് എന്തെന്നറിയോ? വബർറം ബിവാലിദതി വലം യജ്അൽനി ജബ്ബാറൻ ശഖിയാ. പൊന്നുമക്കളെ, യുവാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാമായി മാറിയാൽ, ആ ഉമ്മ നിങ്ങളുടെ ജീവിതത്തിന്റെ സർവസ്വമായി മാറിയാൽ, ആ ഉമ്മ നിങ്ങളുടെ ജീവിതത്തിന്റെ സർവ്വവുമായി മാറിയാൽ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ഗുണമെന്തെന്നറിയോ? ഈ ഭൂമി ലോകത്ത് അല്ലാഹു നിങ്ങൾക്ക് തരുന്നതെന്തെന്നറിയോ? അല്ല തന്നെ പറയുകയാണ്. ഈസാ നബിയുടെ വാക്കെടുത്ത് അല്ലാഹു ഉദ്ധരിക്കുകയാ. വബർറം ബിവാലിദതി, എന്റെ പ്രിയപ്പെട്ട മറിയമെന്ന പൊന്നുമ്മയെ ഞാൻ ഗുണം ചെയ്തപ്പോൾ, എന്റെ ഉമ്മാക്ക് ഞാൻ സേവനം ചെയ്തപ്പോൾ, എന്റെ ഉമ്മാക്ക് ഞാൻ ഖിദ്മ ചെയ്തപ്പോൾ, എന്റെ ഉമ്മാക്ക് ഞാൻ പരിശ്രമിച്ചപ്പോൾ, എന്റെ ഉമ്മായെ ഞാൻ ജീവനുതുല്യ സ്നേഹിച്ചപ്പോൾ അല്ലാഹു എനിക്ക് തന്നതെന്തെന്നറിയോ? വലം യജ്അൽനി ജബ്ബാറൻ ശഖിയാ. ഒരു സ്ഥലത്തും എന്നെ അല്ലാഹു പരാജയപ്പെടുത്തിയില്ല, ഒരു സ്ഥലത്തും എന്നെ അല്ലാഹു പരാജയപ്പെടുത്തിയില്ല. പ്രിയപ്പെട്ടവരെ, ഉമ്മമാര് വീടുകളിലെ രോഗികളായി കഴിയുന്ന മക്കള്, നെഞ്ചു പൊട്ടിയിട്ട് നിങ്ങളുടെ മനസ്സൊന്ന് കൊതിക്കട്ടെ. നിങ്ങളുടെ മനസ്സിനകത്ത് 100,000 ആഗ്രഹങ്ങൾ വന്നുകൂടട്ടെ. ആ ഉമ്മാന്റെ അടുക്കൽ ചെന്ന് ഉമ്മാക്ക് ഖിദ്മ ചെയ്തു കൊടുക്ക, ഉമ്മാക്ക് സേവനം ചെയ്തു കൊടുക്ക. ഇന്നത്തെ രാത്രി വ്യാഴാഴ്ച രാവാ, പരിശുദ്ധമായ റജബ് മാസത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിന്റെ തലേ ദിവസത്തെ ഈ അനുഗ്രഹീതമായ രാവിലെ നമ്മളൊരു തീരുമാനമെടുക്കുക. നമ്മളെ പ്രിയപ്പെട്ട ഉമ്മാക്ക് നമ്മൾ സേവനം ചെയ്താൽ, വലം യജ്അൽനി ജബ്ബാറൻ ശഖിയാ, ഒരു സ്ഥലത്തും അല്ലാഹു നമ്മളെ പരാജയപ്പെടുത്തൂല, ഒരു സ്ഥലത്തും നമ്മളെ അല്ലാഹു നശിപ്പിക്കൂല, ഒരു സ്ഥലത്തും നമ്മുടെ തല താഴ്ന്നു പോകൂല, ഒരു സ്ഥലത്തും നമ്മൾ നന്യരായി പോകൂല. നിങ്ങൾക്കറിയോ, എല്ലാവർക്കും അറിയുന്നൊരു ചരിത്രമുണ്ടല്ലോ. മദീനത്തു നബവിയുടെ മിമ്പറിൽ നിൽക്കുകയാണ് ആരാ? വില്ലാളി വീരനായ വിജിഗീഷുവായ ധീരനും ശൂരനുമായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനത്തെ മിമ്പറിൽ നിന്നുകൊണ്ട് ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അതാ ഖുതുബ പ്രഭാഷണത്തിന്റെ മധ്യേ പ്രസംഗം അങ്ങ് നിർത്തുകയാണ്. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഉമർ തങ്ങളുടെ പ്രസംഗം എന്താ പെട്ടെന്ന് നിർത്തിയത്? അള്ളാന്റെ വിശുദ്ധമായ മദീന എന്ന പ്രകാശിക്കുന്ന ആ പട്ടണത്തിന്റെ മിമ്പറിൽ ഉമർ റളിയല്ലാഹു അൻഹു പ്രസംഗം നിർത്തിയിട്ട് പരസ്പര വിരുദ്ധമായ എന്തോ കാര്യം പറയുകയാ. ആളുകൾ സൂക്ഷിച്ചു ശ്രദ്ധിച്ചു. എന്തായി പറയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്തെന്നറിയോ? യാ സാരിയ അൽ ജബൽ അൽ ജബൽ അൽ ജബൽ, യാ സാരിയ അൽ ജബൽ അൽ ജബൽ അൽ ജബൽ. സാരിയത്തെ, പർവ്വതത്തേക്കൊന്ന് നോക്കുമോനെ, പർവ്വതത്തിന്റെ പിന്നിലേക്ക് നീ ഒന്ന് നോക്കടാ. ഇത് പ്രസംഗവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു വാക്കാ പറഞ്ഞത്. അവിടെ ഇരിക്കുന്ന സഹാബാക്കൾ അത്ഭുത പരതന്ത്രരായി. അവരെന്താണ് ഈ പറയുന്നത് അറിയാതെ വിഷമിക്കുകയാ. കുറെ സമയം കഴിഞ്ഞിട്ട് ആർക്കും ധൈര്യം വന്നില്ല. എന്താണ് മഹാനായ ഉമർ തങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളെ ഇടയ്ക്ക് എന്താ പറഞ്ഞതെന്ന് ചോദിക്കാൻ ആർക്കും ധൈര്യം വന്നില്ല. സഹോദരങ്ങളെ, സാരിയ എന്ന് പറയുന്നത് ഒരു
സഹാബിയ. അദ്ദേഹം അങ്ങ് നഹാവന്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നഹാവന്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സാരിയത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേര് വിളിച്ചിട്ട് പർവ്വതത്തിന്റെ പിന്നിലേക്കൊന്ന് നോക്കണേ എന്ന് പറയുമ്പോ എന്തായി പറഞ്ഞത് മനസ്സിലാകുന്നില്ല. ആ സമയത്ത് സാരിയ റളിയല്ലാഹു അൻഹ നഹാവന്ത് കീഴടക്കിയിട്ട് തിരികെ വരികയാ. അവിടുന്ന് സൈന്യവുമാകട്ടെ മടങ്ങി മദീനയിൽ വന്നു. മദീനയിൽ വന്നിട്ട് പോയ യാത്രയെ പറ്റിയിട്ട് വിശദീകരിക്കുകയാ. സഹാബാക്കൾ ഇങ്ങനെ സാഗൂതം കേട്ടുകൊണ്ടിരിക്കുകയാ. സാരിയത്ത് റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ ഇങ്ങനെ യുദ്ധം ചെയ്ത് പോകുമ്പോൾ എന്റെ അശ്രദ്ധയില് ഞാൻ ശത്രുക്കൾ എവിടെയാ ഉള്ളതെന്ന് ശ്രദ്ധിക്കാതെ നിൽക്കുമ്പോ അതാ അന്തരീക്ഷത്തിലൂടെ ഒരു ശബ്ദം കേൾക്കുകയാ. യാ സാരിയ അൽ ജബൽ അൽ ജബൽ അൽ ജബൽ. സാരിയത്തെ പർവ്വതത്തിന്റെ പിന്നിലേക്കൊന്ന് നോക്കുമോനെ. ഉമർ തങ്ങളുടെ വാക്കാണ് ഞാൻ കേട്ടത്. ഉടനെ ഞാൻ പർവ്വതത്തിന്റെ പിന്നിലേക്ക് നോക്കുമ്പോ ഇതാ വാളേന്തിയിട്ട് ശത്രുക്കൾ വരികയാ. ഞാൻ അവരെ തുരത്തി വിട്ടു, ഞാൻ അവരോട് പോരാടി നിന്നു, ഞാൻ അവരെ ഓടിച്ചു വിട്ടു. എന്നിട്ട് വിജയശ്രീലാളിതരായി മടങ്ങി വന്നെന്ന് പറഞ്ഞപ്പോഴാ അന്ന് മദീനത്തുൻ നബവിയിൽ ഇരുന്നു കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ ശബ്ദം കേട്ടവർക്ക് തിരിഞ്ഞത്. അന്ന് ഖുതുബയിൽ നിന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇതാണല്ലോ. സഹോദരങ്ങളെ, ചരിത്രം വിശാലമാണ്. ഇതെന്തുകൊണ്ടാണ് സാരിയത്തിന് അത്ഭുതകരമായ രക്ഷ കിട്ടിയതെന്നറിയോ? ഈ സാരിയത്ത് എന്തുകൊണ്ടാ മദീനയിൽ നിൽക്കുന്ന ഉമർ തങ്ങളുടെ വാക്ക് അങ്ങനെ ഹാവന്തിൽ നിന്നുകൊണ്ട് കേട്ടതെന്നറിയോ? ഈ ചരിത്രം പറയുന്നിടത്ത് കാണാ ബിബിദ്ദി ഉമ്മിഹി. സാരിയ റളിയല്ലാഹു അൻഹുവിന് ഉമ്മയോട് കാണിച്ച സ്നേഹത്തിന് അല്ലാഹു കൊടുത്ത സമ്മാനമാ. പ്രിയപ്പെട്ട ഉമ്മയോട് കാണിച്ച ഇഷ്ടമുണ്ടല്ലോ, ആ ഉമ്മയോട് കാണിച്ച ഖിദ്മത്തിന്റെ ദിവസങ്ങളുണ്ടല്ലോ, അതിന് അല്ലാഹു കൊടുത്ത സമ്മാനമാണ്. ആ നഹാവന്തിൽ നിന്നുകൊണ്ട് മദീനയിൽ നിന്ന് ഉമർ തങ്ങളുടെ വാക്ക് കേട്ടത്. അതാണ് വിശുദ്ധ ഖുർആനിൽ ഈസാ നബി പറഞ്ഞത്, വലം യജ്അൽനി ജബ്ബാറൻ ശഖിയാ. ഞാൻ ഒരു സ്ഥലത്തും പരാജയപ്പെട്ടു പോകൂല. ഒരു സ്ഥലത്തും ഞാൻ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, എന്റെ ഉമ്മയെ ഞാൻ ഖിദ്മത്ത് ചെയ്താൽ, എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഞാൻ സേവനം ചെയ്താൽ ഒരു സ്ഥലത്തും ഞാൻ പരാജയപ്പെട്ടു പോകൂല. സാമ്പത്തികമായി നഷ്ടം വരുന്നത് എന്തുകൊണ്ടാ? എവിടെ പോയാലും ഗുണം പിടിക്കാത്തത് എന്തുകൊണ്ടാ? എത്ര വലിയ മിടുക്ക് കാണിച്ചിട്ടും നീ താഴേക്ക് വരുന്നത് എന്തുകൊണ്ടാ? അതിനൊറ്റ പരിഹാരമേ ഉള്ളു മോനെ. നീ വേദനിപ്പിച്ച നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെടുക്കൽ ചെന്നിട്ട് കാൽക്കൽ വീട്. അള്ളാന്റെ സ്വർഗം നീ പള്ളിയുടെ മിമ്പറിൽ കാണൂല. അള്ളാന്റെ സ്വർഗം പള്ളിയുടെ മെഹ്റാബിനകത്ത് കാണൂല. ഷെൽഫിൽ അടുക്കി വെച്ചിരിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ ഇടയിൽ കാണൂല. നിനക്കല്ല തരുന്ന സ്വർഗം കാണണോ? വീട്ടിൽ ചെന്നിട്ട് ഉമ്മയുടെ കാൽ ചുവട്ടിൽ നീ നോക്കടാ, നിനക്ക് അവിടെ സ്വർഗം കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സ്ഥലത്തും അള്ളാഹു നമ്മളെ പരാജയപ്പെടുത്തില്ല. ഉമ്മയെ സേവിച്ചാൽ, ഉമ്മയോട് സ്നേഹം കാണിച്ചാൽ. ഇന്നത്തെ അവസ്ഥയൊക്കെ നമുക്കറിയുമല്ലോ, കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം. ഇനി രണ്ട്, കാസർഗോഡ് ജില്ലയില് നമുക്കറിയുന്നത് പോലെ ഈ അടുത്ത സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിച്ച, നവമാധ്യമങ്ങളിൽ വളരെ വെണ്ടയ്ക്ക് നിരത്തി എഴുതപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായല്ലോ. കാസർഗോഡ് ടൗണും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോ ഉമ്മയെ ഖിദ്മത്ത് ചെയ്യുന്ന, ഉമ്മയെ സേവിക്കുന്ന ഒരു മനുഷ്യന്, മകന് അല്ലാഹു കൊടുക്കുന്നത് ഒരു സ്ഥലത്തും പരാജയപ്പെട്ടു പോകില്ല എന്ന് മാത്രമല്ല, ഒരു പാപവും നീ ചെയ്യേണ്ടി വരൂല. അതാണ് രണ്ടാമത്തെ. നീ എന്തുകൊണ്ട് കള്ളു കുടിക്കുന്നു? നിന്റെ ഉമ്മയുടെ ഏതോ ഒരു പൊരുത്തക്കേട് നിന്റെ ജീവിതത്തിലുണ്ട്. മക്കൾ നന്നാകാൻ ഉമ്മയോളം ഒരു ദുആയും പള്ളിയിലെ ഉസ്താദ് ചെയ്താലും ഇനി ആര് ചെയ്താലും തന്റെ പെറ്റുമ്മ ദുആരക്കുന്നതോളം ഒരു മക്കൾക്കും വേറെ കിട്ടാനില്ല. നിങ്ങൾക്ക് യോജിക്കാം, വിയോജിക്കാം.
എന്റെ പ്രിയപ്പെട്ടവരെ, ഇതെന്റെ വാക്കല്ല, വിശുദ്ധ ഖുർആൻ മറ്റൊരു പ്രവാചകനെ പരിചയപ്പെടുത്തി. ആരാന്നറിയോ? മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം. യഹ്യാ നബി അലൈഹിസ്സലാം സക്കരിയാ നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട പൊന്നുമോനല്ലേ മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം. യഹ്യാ നബി അലൈഹിസ്സലാമിനെ പറ്റി അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാ, വബർറം ബിവാലിദൈ. യഹ്യാ നബി അലൈഹിസ്സലാം മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവരാ, മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുന്നവരാ, മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരാ. അതുകൊണ്ട് അല്ലാഹു കൊടുത്ത സമ്മാനം എന്തെന്നറിയോ? വലം യകുന ജബ്ബാറൻ അസിയാ. അതേ മറിയം സൂറത്തിൽ കാണാ, വലം യകുന ജബ്ബാറൻ അസിയാ. യഹ്യാ നബി അലൈഹിസ്സലാം ഒരു പാപിയെ ആയിട്ടില്ല, ഒരു പാപം ചെയ്യുന്നവനായിട്ടില്ല, ധിക്കാരം പ്രവർത്തിക്കുന്നവനായിട്ടില്ല, ദൈവധിക്കാരിയായി മാറിയിട്ടില്ല. പാപങ്ങളൊന്നും യഹ്യാ നബി ചെയ്തിട്ടില്ല. എന്തുകൊണ്ടെന്നറിയോ? ക്വാളിറ്റി അല്ല പറഞ്ഞത് വബർറം ബിവാലിദൈ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തത് കൊണ്ടാണത്രേ. ഒരിക്കൽ അത്വാ ഇബ്നു യസാർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരാൾ കടന്നു വരികയാ. ഇതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. കാലഘട്ടത്തിന്റെ കുത്തൊഴുക്കിനെതിരെ നമ്മൾ നീന്തേണ്ടവരാണ്. എന്തുകൊണ്ടെന്നറിയോ? കാലം ഇങ്ങനെ ഒഴുകുന്നതനുസരിച്ച് നമ്മൾ ഒഴുകാ പാടില്ല. നമ്മൾ പറയും നാടോടും പോലെ നമ്മളും ഓടണമല്ല. പ്രിയപ്പെട്ടവരെ, നമുക്കതിൽ ആത്മാവില്ലാത്തത് കൊണ്ടാ, നട്ടല് നഷ്ടപ്പെട്ടതിന്റെ പേരില, ജീവൻ നഷ്ടപ്പെട്ടതിന്റെ പേരില. കണ്ടിട്ടില്ലേ മലവെള്ളപ്പാച്ചിൽ വരുമ്പോൾ എത്രയോ ടൺ ഭാരമുള്ള ആനകൾ പോലും ചത്തിട്ടിങ്ങനെ കൂടെ ഒഴുകി വരുന്നത് കണ്ടിട്ടില്ലേ? എത്ര ടൺ ഭാരമാണ് ആനയ്ക്കുള്ളത്? ആ ആന മലവെള്ളത്തിലൂടെ ഇങ്ങനെ ഒലിച്ചൊലിച്ച് വരുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുന്ന വെള്ളത്തിലൂടെ, അതല്ലെങ്കിൽ കളകളാരവും മുഴക്കുന്ന അരുവികളിലൂടെ, അതാ ഒരു അരഗ്രാം പോലും ഇല്ലാത്ത പരൽ മത്സ്യങ്ങൾ തിരികെ നീന്തുന്നത് കണ്ടിട്ടുണ്ടോ? വെള്ളത്തിന്റെ ഒഴുക്കിനെതിരെ നീന്തി പോകുന്നത് കണ്ടിട്ടില്ലേ? അത് എന്തുകൊണ്ടാണ്? ആ ടൺ കണക്കിന് ഭാരമുള്ള ആന ഒഴുകി വരുന്നത്, വെള്ളത്തോടൊപ്പം ഒഴുകി വരുന്നത്, ആ ആനയ്ക്ക് ജീവനില്ലാത്തതിന്റെ പേരില. പക്ഷേ ഒഴുക്കിനെതിരെ നീന്തുന്ന അരഗ്രാം പോലും ഇല്ലാത്ത മത്സ്യമുണ്ടല്ലോ, പരൽ മത്സ്യം, അതിന് ജീവനുള്ളത് കൊണ്ടാ. അതുകൊണ്ട് കാലഘട്ടം എങ്ങനെയാണോ പോകുന്നത് അതുപോലെ പോകേണ്ടവനല്ല മുസ്ലിം, അതുപോലെ പോകേണ്ടവനല്ല ഇസ്ലാമിക ചിട്ടയിൽ ജീവിക്കുന്നവന്. പഠിച്ചു വെച്ചോ, ഈ ചരിത്രം നിങ്ങൾ വ്യക്തമായി കേട്ടോ. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം മാതാവിന് ഗുണം ചെയ്തതിന്റെ പേരിൽ, പിതാവിന് ഗുണം ചെയ്തതിന്റെ പേരിൽ അല്ലാഹു പറയുന്നു, വലം യകുന ജബ്ബാറൻ അസിയാ. ഒരു പാപവുമായി യഹ്യാ നബി ചെയ്തില്ലത്രേ. അത്താ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരാൾ കടന്നു വരികയാ. ഈ ചരിത്രം കാസർഗോഡ് ജില്ലക്കാർ നല്ലപോലെ ഒന്ന് മനസ്സിലാക്കണേ. ഒരാൾ കടന്നു വന്നിട്ട് പറയുന്നു, ഇബ്നു അബ്ബാസ് തങ്ങളെ, ഞാനൊരു പെണ്ണിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു, ആ പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് വല്ലാത്ത മോഹം വന്നു. അങ്ങനെ ഞാൻ അവളുടെ അടുക്കൽ ചെന്നിട്ട് വിവാഹാലോചന നടത്തുകയാ. അവള് പറഞ്ഞു, പറ്റൂല, എനിക്കതിൽ താല്പര്യമില്ല. ഞാൻ വളരെ സങ്കടത്തോടെ തിരികെ വന്നു. ഞാൻ കരുതിയത് അവൾക്കിപ്പോൾ വിവാഹത്തിന് തയ്യാറല്ല എന്നാണ്. പക്ഷേ ഞാൻ പോയതിനു ശേഷം മറ്റൊരു ചെറുപ്പക്കാരൻ വന്ന് ആലോചന നടത്തി. അവൾ അനുവദിച്ചു, അവൻ അവളെ കല്യാണം കഴിച്ചു. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഇബ്നു അബ്ബാസ് തങ്ങളെ. ഞാൻ ഒരുപാട് മോഹിച്ച ഒരു പെണ്ണ്, ആ പെണ്ണിനെ എനിക്ക് കിട്ടിയില്ല. അവൾ മറ്റൊരുത്തനെ കല്യാണം കഴിച്ചത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്താ ഞാൻ ചെയ്തതെന്നറിയോ? ഇബ്നു അബ്ബാസ് തങ്ങളോട് പറയുകയാണ്, ആ പെൺകുട്ടിയെ ഞാൻ അങ്ങ് കൊന്നു ഇബ്നു അബ്ബാസ് തങ്ങളെ.
പ്രേമനൈരാശ്യത്തിന്റെ പേരിൽ പെൺകുട്ടിയുടെ മുഖത്താസിട്ടൊഴിച്ചതല്ലേ സാക്ഷര കേരളം. അതുപോലെ തന്നെ എത്രയോ പെൺകുട്ടികളെയാ ക്യാമ്പസിൽ നിന്ന് വിളിച്ചിറക്കിയിട്ട് അവരുടെ അടിവയറിലേക്ക് കത്തികുത്തി കയറ്റിയിട്ട് കൊന്നുകളഞ്ഞത് എന്തിന്റെ പേരിലാണ്? പ്രേമനൈരാശ്യത്തിന്റെ പേരിലാ, പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിലാ. ഇവിടെയും അത് തന്നെയാ സംഭവിച്ചത്. ഇബ്നു അബ്ബാസ് തങ്ങളെന്ന സഹാബിയുടെ മുമ്പിൽ വന്നിട്ട് ഒരാള് പറയുകയാണ്, ആ പെണ്ണിനെ ഞാൻ അങ്ങ് കൊന്നു, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കോടതിയിൽ ഞാൻ പോകണമല്ലോ. ഇബ്നു അബ്ബാസ് തങ്ങളെ ഹല്ലി തൗബാ, എനിക്ക് പശ്ചാത്താപം കിട്ടുമോ? ഒരു പെണ്ണിനെ സ്നേഹത്തിന്റെ പേരിൽ കൊന്നുകളഞ്ഞതിന്റെ പേരിൽ എനിക്ക് മാറണമെന്ന ചിന്തയുണ്ട്, എനിക്ക് അള്ളാഹു മാപ്പ് തരുവോ ഇബ്നു അബ്ബാസ് തങ്ങളെ എന്ന് ചോദിച്ചുകൊണ്ടൊരു മനുഷ്യൻ ഇബ്നു അബ്ബാസ് തങ്ങടുക്കൽ വരുന്നത് അപ്പാ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു അടുത്ത് നിന്ന് കാണുകയാ. ആ സമയത്ത് ഇബ്നു അബ്ബാസ് തങ്ങൾ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചതെന്തെന്നറിയോ? ഉമ്മുക ഹയ്യാ, ഓ സഹോദരാ, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? നിന്റെ പൊന്നുമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, കതുമാത്തവര് മരിച്ചുപോയി, എന്റെ ഉമ്മ നാളുകളേറെയായി മരിച്ചിട്ട്. ആ സമയത്ത് ഇബ്നു അബ്ബാസ് തങ്ങളെ പറയുകയാണ്, എന്നാൽ ഉമ്മ മരിച്ചുപോയെങ്കിൽ പൊന്നുമോനെ തുബ് ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി നീ തൗബ ചെയ്യുക, അല്ലാഹുവിലേക്ക് മടങ്ങിയിട്ട് നീ പശ്ചാത്തപിക്കുക. ആ സമയത്ത് ആ മനുഷ്യന് സന്തോഷത്തോടെ ഇറങ്ങി പോവുകയാ. ഇബ്നു യസാർ തങ്ങൾ പറയുകയാണ്, ആ മനുഷ്യൻ പോയതിനു ശേഷം ഞാൻ ഇബ്നു അബ്ബാസ് തങ്ങടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, എന്താ ആ മനുഷ്യൻ ഒരു കൊലപാതകിയായിട്ട് ആദ്യം നിങ്ങൾ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചത് എന്തിനാ? അടിവരയിട്ട് കേൾക്കണേ സഹോദര, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ലെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പശ്ചാത്തപിക്കാൻ പറഞ്ഞതെന്തിനാ? ആ സമയത്താണ് ഇബ്നു അബ്ബാസ് തങ്ങൾ ഇബ്നു യസാറിനോട് പറഞ്ഞതെന്തെന്നറിയോ? ഇന്നി ലാ അഅലമു അമലൻ അഖറബ ഇലല്ലാഹി മിൻ ബിർരിൽ വാലിദാ, ഉമ്മയോട് ഗുണം ചെയ്യുന്നതിനേക്കാ കരണീയമായ അഭികാമ്യമായ ഒരു അമലും എനിക്കറിയില്ല. ഉമ്മായോട് കരുണ കാണിക്കുന്നതിനേക്കാൾ ഒരു വലിയ നന്മ എനിക്കറിയില്ല. ആ മനുഷ്യൻ ചെയ്ത കൊടിയ പാപമാണ്, അതിന് പരിഹാരം ഉമ്മയോട് കാണിക്കേണ്ട കരുണയാണ്. ആ ഉമ്മയുടെ മുമ്പിൽ ചെന്നിട്ട് ആ ഉമ്മയ്ക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യലാണ്. പക്ഷെ ഉമ്മ മരിച്ചില്ലേ, പിന്നെ തൗബയല്ലാതെ വേറെ വഴിയില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, അതാണ് യഹ്യാ നബി അലൈഹിസ്സലാമിനെ പറ്റി അല്ലാഹു പറഞ്ഞത്, വബർറം ബിവാലിദൈ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്ത യഹ്യാ നബി അലൈഹിസ്സലാം, വലം യകുന ജബ്ബാറൻ അസിയാ, അല്ലാഹുവിനോടും അടിമകളോടും ധിക്കാരം പ്രവർത്തിക്കുന്നവനായില്ല.